എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. സ്വർഗവാണി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പിടി നല്ല ഗാനങ്ങളുമായി വീണ്ടും സ്വർഗവാണി നിങ്ങളുടെ മുൻപിലേക്ക് എത്തുകയാണ്. മനസ്സിന് ആശ്വാസവും സന്തോഷവും നൽകുന്ന അനേകം ഗാനങ്ങൾ ഇന്നത്തെ നമ്മുടെ സ്വർഗവാണിയിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ കോളിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ജോസഫ് തൊടുപുഴയെന്ന് വിളിക്കുന്നു. ഓക്കെ, ജോസഫ് തൊടുപുഴ. അങ്കിൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഫ്രീയാ, വീട്ടിൽ വെറുതെ ഇരിക്കുന്നു. വീട്ടിലെ ജോലികളൊക്കെ ഉള്ളൂ. ആണല്ലേ? അതെ, അതൊരു ജോലിയാണല്ലോ. വീട്ടിലെ ജോലികളൊക്കെ നോക്കുക എന്നുള്ളതൊരു വളരെ ജോലിയാണ്. അത് ഒരുപാട് ജോലിയാ, ഒരുപാട് ജോലി. അതെ അതെ അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാൻ തന്നെ ഉള്ളൂ. മോനുണ്ട്, വൈഫ് മരിച്ചു പോയതാ. ഓ ശരി ശരി, ഓക്കെ ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള ഈ പ്രോഗ്രാം കാണാറുണ്ടല്ലോ അല്ലേ? ഞാൻ എന്റെ ഒരു ഫേവറേറ്റ് പ്രോഗ്രാം ഇത്. വളരെ സന്തോഷം. അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമാണ്. എല്ലാ ആഴ്ചയിലും കാണുന്ന ഈ പ്രോഗ്രാം പാട്ട് ആണല്ലേ? ഓക്കെ. അതുപോലെ വചന സമീക്ഷ ആണല്ലേ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ജോസഫ് അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരു ഗാനത്തിന്റെ ഒരു 4 വരി പാടുവാണ്. ഞങ്ങൾക്കും അതൊരു ബ്ലെസ്സിംഗ് ആണ്, ഒരു സന്തോഷമാണ്. പാടുമല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല, എത്ര പാട്ട് പാടിയാലും അത് പാടാം. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു 4 വരി. യേശു എൻ സ്വന്തം, ഹല്ലേലൂയ, എന്നോടെ ഭാഗ്യം ചൊല്ലിക്കൂടാ, പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതിയതായി, എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും കൺകുരിശു, എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും കൺകുരിശും. ജോസഫ് അങ്കിൾ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. എന്റെ പപ്പായ്ക്കും വളരെ ഇഷ്ടമുള്ളൊരു ഗാനമാണിത്. തീർച്ചയായിട്ടും പാടും. അതാണല്ലോ നമ്മുടെ സ്വർഗവാണി എന്ന പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. അതാണ് എന്ത് നല്ലൊരു സഖി യേശു. വളരെ മനോഹരമായ ഒരു പാട്ടാണ് എന്ത് നല്ലൊരു സഖി. തീർച്ചയായിട്ടും ജോസഫ് അങ്കിളിന് വേണ്ടിയിട്ട് ഞങ്ങള് എന്ത് നല്ലൊരു സഖി എന്നൊരു ഗാനം പാടുന്നതായിരിക്കും. അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ. അടുത്ത നമ്മുടെ കോളർ വെയിറ്റിംഗിലാണ്. ഓക്കെ അങ്കിൾ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ ജോസഫ് അങ്കിളാണ്. വളരെ മനോഹരമായ ആ ഗാനം പാടി. അല്ല, ഇന്നത്തെ ഒരു ദിവസം ഒരു എനർജറ്റിക് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ഒരു പാട്ട്, എനിക്ക് പാട്ടും പ്രശംസയും നമ്മുടെ മെയിൻ ആണല്ലോ പാട്ട്. ദൈവ കുഞ്ഞാടിന് ഈ പാട്ടൊക്കെ നമ്മൾ ഒത്തിരി നൊസ്റ്റാൾജിക് ആക്കുന്ന പാട്ട്. അതെ അതെ, തീർച്ചയായും കുഞ്ഞു പ്രായത്തിലൊക്കെ ഒത്തിരി പാടി കേട്ട പാട്ടുകൾ. അപ്പൊ നമ്മൾ അതുപോലെ ഇന്ന് അങ്കിൾ ചോദിച്ചേക്കുന്നത് വളരെ മനോഹരമായ ഒരു പഴയ ഗാനമാണ്, എന്ത് നല്ലൊരു സഖി യേശു. അപ്പം നമുക്ക് അങ്കിളിന് വേണ്ടിയിട്ട് ആ ഒരു ഗാനം പാടാം. Show
ബ്ലെസ്സഡ് ഒരു സോങ് ആണല്ലേ. നമ്മൾ ഇത്രയും മനസ്സിലാക്കുന്ന ഒരു യേശു. കഷ്ടം ശോധനകളുണ്ടോ ഏവിധ ദുഃഖങ്ങളും, ഒരധൈര്യവും വേണ്ട. കർത്താവ് പറഞ്ഞ എൻ്റെ അടുക്കിലേക്ക് വരുവേൻ അല്ലേ, നിൻ്റെ സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവാനാണ് കർത്താവ് പറയുന്നത്. ജോസഫ് അച്ചായൻ ചോദിച്ച ആ പാട്ട് വളരെ ബ്ലെസ്സഡ് ഒരു സോങ് ആണ്. നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് അടുത്ത കോൾ ആരാണെന്ന് നോക്കാം. ഓക്കെ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ് വിളിക്കുന്നത്? പ്രിയ. പ്രിയ കടപ്ര. കടപ്ര. ഓക്കെ, പ്രിയ ചേച്ചി എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് വർക്കാണ്? അക്കൗണ്ട്സിലാണ് അല്ലേ. ഓക്കെ, ആരൊക്കെയുണ്ട് ചേച്ചി വീട്ടില്? ചേച്ചി എന്റെ ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്, മോനുണ്ട്. മോളില്ല, മോള് കാനഡയില്ല. മോന് പഠിക്കുന്നു, ബികോമിന് പഠിക്കുന്നു. ഓ ശരി ശരി. പക്ഷേ ആ വോയിസ് കേട്ടിട്ട് ഒത്തിരി കുറച്ചുകൂടി ഫീൽ അല്ലേ? ഓക്കെ, നമ്മുടെ സ്വർഗവാണി എന്നുള്ള പ്രോഗ്രാം സ്ഥിരം കാണാറുണ്ടോ? ടൈം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട്. ആണോ? ഓ സന്തോഷം. അപ്പം തീർച്ചയായിട്ടും പ്രിയ ചേച്ചിയുടെ ഒരു ഗാനം നമുക്ക് കേൾക്കാം അല്ലേ? പ്രിയ ചേച്ചി നമുക്ക് വേണ്ടി ഇന്നൊരു ഗാനം ആലപിക്കുവോ? അയ്യോ, പാടാനൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും പ്രിയ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങള് പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. ഏതെങ്കിലും സജഷൻ ഉണ്ടോ? ഇന്ന പാട്ടെന്നൊരു സജഷൻ വല്ലതും ഉണ്ടോ? എന്റെ സമ്പത്തൊന്ന് ചൊല്ലുവാൻ നല്ല പാട്ട്. എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ അല്ലേ? തീർച്ചയായിട്ടും ആ ഗാനം സെലക്ഷൻ രണ്ടും അതെ വളരെ മനോഹരമാണ്. അപ്പൊ തീർച്ചയായിട്ടും ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങള് എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ, യേശു മാത്രമല്ലേ നമ്മുടെയൊക്കെ സമ്പത്ത്. എത്ര സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ സമ്പത്ത് യേശുവാണ്. അതിനപ്പുറം ഒരു സമ്പത്ത് നമുക്ക് പറയാനായിട്ടില്ല. ചേച്ചി ഈ പാട്ട് പറഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഇതും എന്റെയും ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. എന്റെ പേരെന്തോ? എന്റെ ഒരു എബി. എന്റെ പേര് ഫേബ. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും വീണ്ടും നമ്മുടെ സ്വർഗവാണിയിലേക്ക് വിളിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ആ പാട്ട് പാടുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു. എല്ലാരും ചോദിച്ചെന്ന് പറഞ്ഞേരെ, ഞങ്ങളുടെ അന്വേഷണം അറിയിച്ചേരെ. ഓക്കെ ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നമ്മുടെ പ്രിയ ചേച്ചി ചോദിച്ചതല്ലേ, വളരെ മനോഹരമായ ഒരു ഗാനമാണ് എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. നമ്മുടെ കൺവെൻഷൻ വേദികളിലൊക്കെ അന്നും ഇന്നും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ് എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ. കാരണം ഇവരിങ്ങനെ ഈ പാട്ടുകളൊക്കെ പറയുമ്പം, നമ്മുടെ പ്രേക്ഷകർ ഈ പാട്ടുകളൊക്കെ പറയുമ്പം ഞാൻ ഒത്തിരി ഓർമ്മകളിലേക്കാണ് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരി വേറൊരു കാര്യമുണ്ട്. അന്ന് ഈ ഗാനങ്ങൾ എഴുതിയ, ഈ പാട്ടുകൾ എഴുതിയ അന്നത്തെ കവികൾ അല്ലെങ്കിൽ അന്നത്തെ കർത്താവ് അവരെ എഴുതാൻ ബലപ്പെടുത്തിയ അവരുടെ അവസ്ഥകളാണ്. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം. അത് മേ ബി അവർക്ക് ഒത്തിരി സമ്പത്ത് ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇതിന്റെ പിന്നിൽ ആക്ച്വലി ഒരു സ്റ്റോറി തന്നെ ഉണ്ട്. നമുക്കത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. ആ ഒരു സമ്പത്ത് യേശു മാത്രം. ബാക്കി എല്ലാ സമ്പത്തിനും നമുക്കിവിടെ വിലയില്ലെന്നല്ല, താൽക്കാലികമാണ്. പക്ഷെ യേശു എന്നുള്ള സമ്പത്ത് നിത്യമാണ് അല്ലേ? അപ്പം തീർച്ചയായിട്ടും നമ്മുടെ പ്രിയ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഗാനം പാടാം. സമ്പത്ത് എന്ന് പറയുന്നത്
യേശു മാത്രമല്ലേ. താൽക്കാലികമായി സമ്പത്തൊക്കെ നമുക്കൊരു പരിധിവരെ ആശ്രയിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ നിത്യമായ സമ്പത്ത് നമ്മുടെ യേശു ക്രിസ്തുവാണ്. ആ ഒരു സമ്പത്തിലേക്ക് നമുക്ക് മരണം വരെ ആശ്രയിച്ചിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സോങ്ങാണ്. അവിടെ നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്. അപ്പം നമുക്ക് നോക്കാം അതാരാണ്. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. സ്വാഗതം മാം. ഇതാരാണ് വിളിക്കുന്നത്? ഇത് സുജാ തോമസ് വിളിക്കണം. സുജ തോമസ് അല്ലേ? ആൻറ്റി എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. ടീച്ചറാണ് അല്ലേ? ഓക്കെ. ഓക്കെ. എവിടെ, ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഇപ്പൊ റിട്ടയർഡ് ആയി. ഞാൻ പെൻഷൻ ആയത് വള്ളിക്കീഴ് സ്കൂളിലാണ്. ആണല്ലേ? ഓക്കെ. നമ്മുടെ സ്വർഗവാണി എന്നുള്ള ഈ പ്രോഗ്രാം കാണാറുണ്ടോ? എല്ലാ ദിവസവും കാണാം. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ എല്ലാരെയും വിളിക്കുന്ന കാണുമ്പോൾ ഹസ്ബൻഡും ഉണ്ട്. ഹസ്ബൻഡ് എന്നും വന്ന് കുത്തിന്ന് പറയും നമുക്കൊരു ദിവസം പാടണമല്ലേ, അപ്പൊ എങ്ങനെയാ നമുക്ക് ഞാൻ പറഞ്ഞു കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പോ ഇന്നലെ ഇങ്ങനെ വന്ന് ഞങ്ങളൊരു ഗെറ്റുഗദർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കണ്ടോണ്ടിരുന്നപ്പം എല്ലാ ദിവസവും വൈകിട്ട് ഇങ്ങനെ ഇതിന്റെ ഇങ്ങനെ വേർഡ് വിഷം വെക്കും. അന്നേരം ഇത് വെച്ചോണ്ടിരുന്നപ്പോ ഇങ്ങനെ നമ്പർ കാണിച്ചു. അന്നേരം ഞാൻ ഓടി സ്വർഗവാണിയിലേക്ക് അപ്പൊ ഞങ്ങൾ വിചാരിച്ച് വെമ്പായത്തിന്റെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ, അങ്ങനെ അതിട്ട് നോക്കിയപ്പോ കിട്ടുന്നില്ല. എന്തായാലും ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഞങ്ങൾ ആ നമ്പർ നോട്ട് ചെയ്ത് അങ്ങനെ വിളിച്ചു. എന്തായാലും ഞങ്ങൾ ഇപ്പം വിളിച്ചതിന് സന്തോഷം. അതെ, ബൈബിളിൽ ഒരു വാക്യമുണ്ടല്ലോ, ഇന്ന് യഹോവ ഉണ്ടാക്കിയ സന്തോഷം ഇന്ന് സന്തോഷിച്ചാണ്. ഒത്തിരി സന്തോഷം വിളിച്ചതില്. ഓക്കെ, സന്തോഷം സാറേ. കാരണം ഞങ്ങളുടെ ജീവിതത്തില് കാരണം ഈ സ്വർഗവാണി കേൾക്കുമ്പോഴും അതിന്റെ ആ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കേൾക്കുമ്പോൾ കർത്താവ് നമുക്കൊരു എന്താണ് അനുഭവം നമ്മൾ പങ്കുവെക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. ബൈബിള് വായിക്കുമ്പോഴും ബൈബിള് പഠിക്കുമ്പോഴും എല്ലാം അതിനകത്ത് ഏറ്റവും മുഖ്യ സന്ദേശം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പം പൗലോസ് പറയുന്നത് സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, എല്ലാം പൊറുക്കുന്നു. അപ്പം നമ്മള് നല്ല മനുഷ്യനാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇന്ന് ആന്റിക്ക് വേണ്ടിയിട്ടൊരു ഗാനം പാടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഏത് പാട്ടാ ആന്റിക്ക് സജഷൻ വല്ലതും ഉണ്ടോ? അല്ല, എനിക്ക് പാട്ടെന്ന് പറഞ്ഞാല് ഏത് പാട്ടായാലും കുഴപ്പമില്ല. ഞങ്ങള് 4 വരി പാടിയതിനു ശേഷം തീർച്ചയായിട്ടും 4 വരി. അപ്പൊ ഞങ്ങൾ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു. ആന്റി ബ്ലെസ്സഡ് ഒരു സോങ് ആണ് പാടിയത് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാം ഒത്തിരി ഇഷ്ടമുള്ളൊരു സോങ് ആണ്. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മുടെ കോളേഴ്സ് വെയിറ്റിംഗിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. ആന്റിക്ക് വേണ്ടി ഞങ്ങൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് പാടുന്നതായിരിക്കും. ആന്റി പാടിയ പാട്ട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും. ഏത് ഒക്കേഷനിലും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ്. ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും കല്യാണമായാലും ഏതൊരു മൂവ്മെന്റ്സിലും പാടാൻ പറ്റുന്ന ഒരു പാട്ടാണ് ആന്റി പാടി. അപ്പൊ നമ്മുടെ പ്രിയ ആന്റിക്ക് വേണ്ടി നമുക്കൊരു ഗാനം, വളരെ മനോഹരമായ യേശു എന്ന അഭയ കേന്ദ്രം മാറ്റമില്ല സ്നേഹിതൻ അല്ലെ, ആ ഒരു പാട്ട് നമുക്ക് ആന്റിക്ക് വേണ്ടിയിട്ട് പാടാം. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ
വ്യാകുലങ്ങൾ നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും രോഗിയായി തീർന്നാലും യേശുവിൽ ഞാൻ ചാരിടും. ഇപ്പം പ്രിയാൻറ്റി പറഞ്ഞതുപോലെ എന്താ കർത്താവിന് വേണ്ടി കർത്താവ് എന്ന് കേൾക്കുമ്പോൾ, യേശു എന്ന് കേൾക്കുമ്പോൾ ആ ഒരു ആവേശം നമ്മുടെ ഹൃദയത്തിൽ വേണം അല്ലേ. അപ്പം നമുക്ക് ഏത് നിമിഷവും ഓടിയെത്താൻ കഴിയുന്ന ഒരു സേഫ് പ്ലേസ് ആണ് യേശു എന്നുള്ളത്. അപ്പം നമ്മുടെ അടുത്ത കോളർ വെയിറ്റിങ്ങിലാണ്. നമുക്ക് നോക്കാം അടുത്ത കോളറാണെന്ന്. ഹലോ ഹലോ, സ്വർഗവാണിയിലേക്ക് സ്വാഗതം. പേരെന്തായിരുന്നു? എന്റെ പേര് ജോണി. ജോണി അല്ലേ? തൃശ്ശൂർ ഭാഗത്തുനിന്നല്ലാണോ വിളിക്കുന്നത്? തൃശ്ശൂരിന്. സ്ലാങ് കേട്ടപ്പോൾ മനസ്സിലായി. അതെ തൃശ്ശൂർ. അതെ തൃശ്ശൂരിന്റെ കുന്നംകുളം സെന്റർ മുണ്ടൂർ എന്ന് പറയും. ക്ലിയർ ആയില്ല. തൃശ്ശൂരിന്റെ കുന്നംകുളത്തിന് സെന്ററാണ് മുണ്ടൂര് എന്ന് പറയും. മുണ്ടൂര് കേട്ടിട്ടുണ്ട്. അതാ തൃശ്ശൂരിന്റെ കുന്നംകുളത്തിന് സെന്ററായി മുണ്ടൂര് വരിക. ഓ ശരി ശരി. ഈ തൃശ്ശൂർ സ്ലാങ്ങിന് ഭയങ്കര ഹാപ്പി മൂഡാണ് കേട്ടോ എപ്പോഴും. അതെ, അപ്പം ഒത്തിരി സന്തോഷം. എവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ ഞാനും ഭാര്യ, വയ്യാത്തൊരു ഭാര്യയുണ്ട്. ഓ ശരി. എന്ത് പറ്റിയതാ? മൂന്ന് പെൺമക്കളാ. ഈ അങ്കിളുടെ വൈഫിന് എന്ത് പറ്റിയതാ? വൈഫിന് വയസ്സാകാത്തതായിട്ടൊരു 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഓ ശരി ശരി ശരി. എനിക്കൊരു 78 വയസ്സ് എനിക്കായി. ഞങ്ങൾക്ക് ഈ സ്ലാങ് ആണ് ഒരു പ്രശ്നം. അല്ല അങ്കിൾ ഇച്ചിരി സൗണ്ടിൽ പറഞ്ഞു, കുറച്ചുകൂടെ ശബ്ദത്തിൽ പറഞ്ഞു. അതെ ഭാര്യയ്ക്ക് ഒരു 70 വയസ്സ്, എനിക്ക് 72 വയസ്സായി. ഓ ശരി ശരി. 75 വയസ്സ്. ഈ സമയത്തും ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടുന്ന 2 പേരായിരുന്നു അല്ലേ? അതെ. ഓക്കെ. ജോണി, നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? ഓ, അതുകൊണ്ടല്ലേ ഞാൻ നമ്പർ കിട്ടിയപ്പോഴേ വിളിച്ചത്. ആണല്ലേ? ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? ഞാന് കുറച്ചു കാലമായിട്ട് കേൾക്കാറുള്ളത് പാട്ടേ. ആണല്ലേ? ഓക്കെ ശരി. അപ്പൊ ആദ്യത്തെ അത് സ്വർഗവാണിയിൽ നമ്മളൊരു ആൻസി ചെയ്താറില്ലേ? മനസ്സിലായി. അതെ അതെ. ആ സമയത്തോട്ട് നീ കേട്ടോളിക്കണേ. ആണല്ലേ? അങ്ങളെ ഒത്തിരി സന്തോഷം. ഇപ്പൊ കക്ഷി കാണാനല്ലോ. എന്തോ ഇപ്പം ഇപ്പൊ കാണാനല്ലോ. അതെ. പിന്നെ ഇപ്പം ഞാൻ ഫേബ, എന്റെ കൂടെ ഉള്ളത് എബി. ഓക്കെ. അങ്ങനെ ജോണി അങ്കിൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 ഗാനത്തിന്റെ ഒരു 2 വരി പാടാവോ? 2 വരി അല്ലേ? ശരി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. വളരെ മനോഹരമായിട്ട് പാടിയ പാട്ട്. നമുക്ക് ഇതിന് തൊട്ട് മുമ്പുള്ള കോളർ ഇതേ പാട്ട് തന്നെ പാടിയത്. അതെ അതെ അതെ. ഞങ്ങൾ എന്തായാലും ഇത്രയും ദൂരെന്ന് ഞങ്ങളെ വിളിച്ചതിന് വളരെ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അങ്കിളിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആന്റിക്ക് എത്രയും പെട്ടെന്ന് കർത്താവ് സൗഖ്യം നൽകട്ടെ, ആശ്വാസം നൽകട്ടെ. മക്കളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാം ഭാവി വളരെ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് ജോണി അങ്കിളിന് വേണ്ടിയിട്ട് ഒരു ഗാനം പാടുന്നതായിരിക്കും. ഒരു പാട്ട് ആശിക്കുന്നുണ്ട്. ആ പാട്ട് പാടാൻ പറ്റുമോ? പറഞ്ഞു പറയട്ടെ. പറഞ്ഞു എന്തോ മനസ്സിലിരിക്കുന്നില്ലോ. ഓക്കെ. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പം ഈ പാട്ട് ഓർത്ത് ഞങ്ങളോട് പറയണം കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്കിളിന് വേണ്ടിയിട്ട് ഒരു മനോഹരമായ ഒരു ഗാനം പാടുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും വിളിക്കുക. നമ്മുടെ കോളർ വെയിറ്റിംഗിലാണ്. അടുത്ത കോളറെ. ഓക്കെ. കേൾക്കാം. ശരി ശരി. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അപ്പൊ നമ്മുടെ ജോണി അങ്കിള് അല്ലേ,
എന്ത് സന്തോഷത്തോടെ. ആ തൃശ്ശൂർ നമുക്ക് ആ സ്ലാങ് കിട്ടാനായിട്ട് ഇച്ചിരി പ്രയാസമുണ്ടല്ലേ, എങ്കിലും ആ ഒരു ദൈവസ്നേഹവും അദ്ദേഹത്തിൻ്റെ ആ ഒരു എനർജിയും ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതേ ആ ഒരു ഇന്ന് ഇപ്പം നമുക്ക് ഈ വിളിക്കുന്നതിനകത്ത് കൂടുതൽ കുറച്ച് 50+ ആയിട്ടുള്ള അങ്കിൾമാർ ആൻറ്റിമാരൊക്കെ അവരൊക്കെ ഒരു ദൈവത്തോടുള്ളൊരു പ്രത്യാശയും അല്ലേ, ആ ഒരു അവരെ പാടുന്ന പാട്ടുകളും എന്ത് ബ്ലെസ്സഡ് ആണ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആളുകളാണ്. നമുക്ക് ശരിക്കും നമ്മളുടെ മോഡൽസ് എന്ന് പറയാൻ ആക്കാൻ കൊള്ളാവുന്ന കൂട്ടം അപ്പച്ചന്മാര്, ആന്റിമാർ, അങ്കിൾമാർ അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ അങ്കിളിന് വേണ്ടിയിട്ട് നീ മതി എന്നെ യേശുവേ ഈ ജീവിത യാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുളച്ചിടുവാൻ. തീർച്ചയായിട്ടും. ഇന്നത്തെ നമ്മുടെ കോളേജിലെല്ലാം ഏറ്റവും ബ്ലെസ്സഡ് ആയിട്ടുള്ള അല്ലേ, നമ്മുടെ ടീച്ചറാണെങ്കിലും ഇപ്പം വിളിച്ച നമ്മുടെ ജോണിയങ്ങളാണെങ്കിലും എല്ലാം വളരെ എന്താ നമുക്കൊരു ഒത്തിരി സന്തോഷം തോന്നുന്ന, നമുക്കൂടെ നല്ലൊരു എനർജി നല്ലൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇന്ന് വിളിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ സ്വർഗവാണിയുടെ ഈ ടൈം ഇവിടെ തീരുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. സ്വർഗ